ഇതുവരെ ഇന്റർനാഷണൽ യാത്ര ചെയ്യാത്തവരെ സംബന്ധിച്ച് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചീപ്പസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയ സ്പോട്ടാണ് മലേഷ്യ. നോക്കി ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടി. കൂടുതലും സീ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടത്. കൂടാതെ ഫ്രൂട്ട്സും എല്ലാം കാണാനൊക്കെ ഭയങ്കര രസമാണെങ്കിലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രമാത്രം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്യൂറിയൻ. അതായത് ഈ നമ്മുടെ ചക്ക, നാട്ടിലെ മിനി ചക്ക പോലെ ഇരിക്കും. അതിനകത്തൊരു ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ നമുക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യണം. നിങ്ങൾ മസ്റ്റാണ് ഡ്യൂറിയൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും ചക്കയുടെ മിനി ഷേപ്പിലുള്ള സംഭവം. അതിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുണ്ട്. പക്ഷേ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് ഹോട്ടലിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പെട്രാസ് ട്വിൻ ടവർ മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലം കാണാൻ പോയി. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിന് അവിടുത്തെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോ എടുത്തിട്ട് മസ്റ്റായിട്ട് എടുക്കണം. നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് നമ്മുടെ മലേഷ്യൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടാണ്. ട്രിവാൻഡ്രം എയർപോർട്ട് ചെറിയ എയർപോർട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ പരിപാടികളും കഴിയും. ഒരു 2 മണിക്കൂർ മുന്നേ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ചിലൊക്കെ കയറി എല്ലാം ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ടൈമായി കുലാലംപൂർ എയർപോർട്ടിലോട്ട് നമ്മൾ പോകുന്ന മലേഷ്യൻ എയർപോർട്ടിലോട്ട്. പ്രാവശ്യം ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റാണ്. ഞങ്ങൾക്ക് ഏകദേശം ടൈമായി. ക്യൂവിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുവാണ്. ഞാനിവിടെ വെച്ച് കണ്ടൊരു സ്ഥലമാണ്. ആൾക്കാർ റീഡിങ്, ഒരു ലൈബ്രറി പോലെ, ഒരു മിനി റീഡിങ് സ്പോട്ട് പോലെ ഭയങ്കര രസമായിട്ട് തോന്നി. എയർപോർട്ടിൽ ഒരു സിറ്റിക്ക് വയ്ക്കും. നമ്മുടെ എറണാകുളം എയർപോർട്ടിൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല. നമ്മൾ ഈ യാത്രയിലൂടെ കംപ്ലീറ്റ്ലി എങ്ങനെ ഒരു മലേഷ്യയിലേക്ക് ഏറ്റവും ചീപ്പായിട്ട് എങ്ങനെ യാത്ര ചെയ്യാം, ഇതുവരെ ഇൻ്റർനാഷണൽ യാത്ര ചെയ്യാത്തവരെ സംബന്ധിച്ച് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചീപ്പസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയ സ്പോട്ടാണ് മലേഷ്യ. ഇപ്പം പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എന്നോട് അമ്മച്ചി ഉണ്ടായിരുന്നുണ്ട്, വീൽ ചെയർ ഫെസിലിറ്റി ഒക്കെ നമുക്ക് കിട്ടും. എയർ ഏഷ്യ ത്രൂ പോവുകയാണെങ്കിൽ ഏത് എയർവേസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പോകാൻ കണ്ടുപിടിച്ച ഒരു ഏജൻസി കൈരളി ട്രയൽസ് ആണ്. എല്ലാവരും പറയും ട്രാവൽ ഏജൻസി വഴിയൊന്നും പോകണ്ട എന്നൊക്കെ പറയെങ്കിലും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ഏജൻസി ത്രൂ മാത്രമേ പോകാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ എല്ലാം അവിടെ ഉള്ളവർ സ്കാം ചെയ്ത് കൊണ്ടുപോകും. ഈ ഫുൾ വ്ലോഗ് കാണുക. നമ്മുടെ ഹോട്ടലിലെത്തി, 5 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ കേസ് എടുത്താൽ പോലും നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യണം. പെർ ഡേ 30,000. ദ ഫേസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നമ്മൾ പെർ ഡേ നമ്മളല്ലാതെ താമസിക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആവും. നമ്മൾ ഏജൻസി ത്രൂ വരുവാണ് നല്ല ചീപ്പായിട്ട് കിട്ടും. അവിടുത്തെ ജിമ്മൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര രസം. നോക്കിയാൽ ആ തൊട്ടപ്പുറത്തുള്ള ട്വിൻ ടവറൊക്കെ നമുക്ക് കാണും. ഇവിടെ പൂളും ഭയങ്കര രസം. നമ്മൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ ഒക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ പോയി എടുത്തൊരു ഷോട്ടാണ്. നൈറ്റ് വ്യൂ അതിഗംഭീരമാണ്, കാണേണ്ടത് തന്നെയാണ്. നമ്മൾ ഇന്നത്തേന്ന് പറയുന്നത് നമ്മൾ അതിരാവിലെ വന്നു. ഇനി നമ്മൾ മാർക്കറ്റ് ഒന്ന് കാണാൻ പോവാണ്. മലേഷ്യയിലുള്ള മെയിൻ മാർക്കറ്റുകളൊക്കെ ഒന്ന് കാണാം. മലേഷ്യയിൽ ഒത്തിരി ദ്വീപുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു 3 days മെയിൻ സ്പോട്ടുകൾ മാത്രം കാണാനാണ് വന്നിരിക്കുന്നത്. നോക്കി ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടി. കൂടുതലും സീ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടതും. കൂടാതെ ഫ്രൂട്ട്സും ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ കാണാം. എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഒത്തിരി ടൈം കിട്ടും. ടൂറോടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഏജൻസി നമുക്ക് കറക്റ്റായിട്ട് അവർ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം മാംഗോ സീസൺ ആയതുകൊണ്ട് ഒത്തിരി മാംഗോ റിലേറ്റഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ജ്യൂസസ്, ഫ്രൂട്ട്സ്. ഞാൻ അവിടെ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആക്കേണ്ട സാധനങ്ങൾ പറഞ്ഞുതരാം. അവിടെ സ്ട്രീറ്റിലൊരു ബർഗറുണ്ട്. അവിടെ എല്ലാം അറ്റ്ലീസ്റ്റ് ഒരു സിംഗർ ബർഗർ ടൈപ്പ് അവിടെ മാത്രം സ്പെഷ്യലായിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല തോന്നിയില്ല, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. വലിയൊരു മാർക്കറ്റാണ്. എല്ലാം കാണാനൊക്കെ ഭയങ്കര രസമാണെങ്കിലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രമാത്രം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്യൂറിയൻ. അതായത് ഈ നമ്മുടെ ചക്ക, നാട്ടിലെ മിനി ചക്ക പോലെ ഇരിക്കും. അതിനകത്തൊരു ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ നമുക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യണം. നിങ്ങൾ മസ്റ്റാണ് ഡ്യൂറിയൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും ചക്കയുടെ മിനി ഷേപ്പിലുള്ള സംഭവം. അതിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുണ്ട്. പക്ഷേ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്കത് ഹോട്ടലിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലാണ് അതിന്. അങ്ങനെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ബെറ്റർ അത് എടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ജസ്റ്റ് ട്രൈ ചെയ്യുക. വൺസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് രാവിലെ ഫ്രീ ആയിരിക്കുമ്പോൾ ട്രൈ ചെയ്യുക. വൈകിട്ട് ഇതാണ് ഡ്യൂറിയൻ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടി. ഇത് മലേഷ്യയിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. വലിയ മാർക്കറ്റാണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള എല്ലാ ഫുഡ്സും നമുക്ക് ട്രൈ ചെയ്യാം. നടന്ന് തീരത്തില്ല. ഞങ്ങൾ പകുതി നടന്നു. അമ്മച്ചിക്ക് നടക്കാൻ പറ്റത്തുണ്ട്. പകുതി നടന്നിട്ട് തിരിച്ചിങ്ങി പോകുന്നു. ഫ്രൂട്ട്സ്, പോംഗ്രാനൈറ്റ് ജ്യൂസ്, ഒത്തിരി എന്ത് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വേണോ, കട്ട് ഫ്രൂട്ട്സ് വേണോ, എല്ലാം അവിടെ കിട്ടും. അങ്ങനത്തെ ഒരു സ്പോട്ടാണ് അത്. ഇനിയും ഒത്തിരി അധികം ഫുഡ് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ലൈക്ക് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് നമ്മളോട് നേരത്തെ എല്ലാവരും ട്രാവൽ ഏജൻസ് പറയും നിങ്ങൾ എല്ലാ ഫുഡും കയറി ട്രൈ ചെയ്യരുത്. നമ്മുടെ വയറിന് അത് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് പാടായിരിക്കും. അല്ലാത്ത ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. പാനിപൂരിയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, എല്ലാം ഒത്തിരി സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഡെസേർട്സ് ഒക്കെ ട്രൈ ചെയ്യാം. ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാം. ജ്യൂസസ് ട്രൈ ചെയ്യാം.
അല്ലാതെ വേണ്ടാത്ത ഇതുപോലത്തെ ഫുഡൊന്നും ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ, പക്ഷേ അതൊരു എക്സ്പെരിമെൻ്റൽ ഫാക്ടറായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പം നമ്മൾ കാണുന്ന പോകുന്നൊരു സ്പോട്ട് എന്ന് വെച്ചാൽ ലൈവായിട്ട് ഫിഷിനെ പിടിച്ച് വറുത്ത് തരുന്നൊരു സ്ഥലം. അതായത് ലൈവായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ല, ക്രാബും ഫിഷും ഒക്കെ ഉണ്ട്. എല്ലാം വലിയ അക്വേറിയം സെറ്റപ്പാണ്. ഇഷ്ടമുള്ള മീനെ ചൂസ് ചെയ്ത് കാണിച്ചാൽ മതി, അവർ അപ്പം തന്നെ ഗ്രില്ല് ചെയ്തോ ഫ്രൈ ചെയ്തോ എങ്ങനെ വേണം അതവർ സെറ്റ് ചെയ്ത് തരും. അതുപോലത്തെ ഒരു സ്പോട്ടായിരുന്നു. നല്ല രസമാണ്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല, പക്ഷേ ഇതൊക്കെ അവിടെ ചെന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ നമ്മൾ അതിനുശേഷം സ്ട്രീറ്റ് ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ പെട്രാസ് ട്വിൻ ടവർ, മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലം കാണാൻ പോയി. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിന് 5 കൊടുത്ത് അവിടുത്തെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോ എടുത്തരും. മസ്റ്റായിട്ട് എടുക്കണം. നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ആ സ്ട്രീറ്റിലോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി അധികം ഷോപ്സ് കാണാമെങ്കിൽ ഈ ഡ്യൂറിയൻ്റെ ഷോപ്സാണ് ഭയങ്കരമായിട്ട് ആൾക്കാർ നോക്കുന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബർഗറിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അതാണ് ഇത് ഞങ്ങൾ രണ്ടാമത് പോയ ഒരു ഇന്ത്യൻ സ്റ്റോറാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്ന ഒറ്റൊരു ബിസിനസ്സാണ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടംപോലെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഈ ഒരു ഷോപ്പിൽ കിട്ടും. ഇതല്ലാതെ വളരെ കുറവാണ് ഷോപ്സ്. പക്ഷേ അകത്തോട്ട് കയറിയൊക്കെയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ നല്ല ഷവർമ അങ്ങനത്തെ ഒക്കെ ഷോപ്സ് ഇവിടെ ഒത്തിരി അധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടു. ഇപ്പോൾ ട്വിൻ ടവറിൻ്റെയൊക്കെ ആ ഭാഗത്താണെങ്കിലും ഒത്തിരി ഫുഡ് സ്പോട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ളൊരു ഇന്ത്യൻ ഷോപ്പ്. അതിൻ്റെ അവിടെ ഒത്തിരി ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും. ഇത് കൂടാതെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെ ഒരു ബ്രിഡ്ജ് ഏരിയ ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു ബ്രിഡ്ജ് ഏരിയയിലോട്ട് പോകണം. കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്ത് ഒരു ബ്രിഡ്ജിനൊരു നെയിമൊക്കെ ഉണ്ട്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നല്ല രസമാണ് നടക്കാനും ഫോട്ടോസ് എടുക്കാനും. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് അതുവഴി നടന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ്, ആൾക്കാർ അവിടെ നിന്ന് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഫോട്ടോ വരയ്ക്കുന്നതായിട്ട് കണ്ടു. ഭയങ്കര രസമായിട്ട് തോന്നി. പുള്ളി മിനി ഫോട്ടോസ് സ്കെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഒരാൾ ലൈവ് ഒരു പെങ്കൊച്ച് വാച്ചസ് ഒക്കെ ലൈവ് സ്ട്രീം ചെയ്തിരിക്കുന്നതും കണ്ടു. അപ്പം ഇതെല്ലാം ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നതുകൊണ്ട് ഒത്തിരി അധികം കണ്ടൻറ്റും കിട്ടും, സെയിൽസ് നടക്കും. ഇതുപോലെ ആൾക്കാർ ചെറിയ രീതിയിലൊക്കെ ഒരു തെർമോക്കോളിൻ്റെ അകത്തൊക്കെ ഡ്രിങ്കിങ് ജ്യൂസസ് ഒക്കെ സെല് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി അധികം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെയൊക്കെ കൂടുതലും വന്ന് ഇന്ത്യൻസാണ് ഈ ട്രാവൽ റിലേറ്റഡ് ജോലികളെല്ലാം ചെയ്യുന്നവർ, ഡ്രൈവേഴ്സൊക്കെ ആയിട്ടും. അപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ്സിനൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് മലേഷ്യ. ഒത്തിരി അധികം ബിസിനസ് ഐഡിയാസ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ ഇന്ന് ഫുൾ കവർ ചെയ്തത് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും അതുപോലെ ട്വിൻ ടവറിൻ്റെ ആ ഏരിയയിൽ. നിങ്ങൾ മലേഷ്യ വരുവാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് വരണമെങ്കിൽ കൈരളി ട്രയൽസ് ത്രൂ വരിക. നല്ല രീതിയിലുള്ള പാക്കേജ് ഓഫേഴ്സും എല്ലാം അവർ തരും. അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു, ഇനി സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം.